അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരുന്നത് കുളിക്കുമ്പോഴാണ്. I have taken a wrong decision. That surprised me actually. I don't know rocket science. Seriously, I am a very humble person with a minimum knowledge. Very minimum knowledge. When you are an employee, work like an employer. ബ്രാൻഡഡ് കമ്പനീസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം മിത്താണ്. ഇത് മിത്ത്, ഐ എം ടെല്ലിങ് ഇറ്റ്സ് എ മിത്ത്. ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴും ഈ വയർ വഴിയേ ഫയർ സ്പ്രെഡ് ആവത്തുള്ളൂ. അവിടെ നമ്മളൊരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് എ ഫയർ ആക്സിഡൻറ്റ്. പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ ലൈഫിനോ അല്ലെങ്കിൽ സേഫ്റ്റിക്കോ ഒരു ത്രെറ്റ് ഇല്ല. എണീറ്റ് പോകുന്നത് ലൈറ്റ് ഓഫ് ചെയ്യും. ഇമാജിൻ ഇഫ് ഇറ്റ് ഇസ് എ ഹോസ്പിറ്റൽ. ബേസിക്കലി ദർ ഇസ് കൈൻഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഒരു ബിസിനസ്സിന്. ഐ എം പ്ലാനിങ് ടു grow from 50 lakhs to 1 crore. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു സ്വന്തമായിട്ടൊരു ഭവനം. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത, നമുക്ക് വീട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസും എല്ലാം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് നമുക്ക് വില കുറച്ച് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സ്വന്തം എറണാകുളത്തുണ്ട്. അതാണ് സ്പാർക്ക് ലൈറ്റ് ഇലക്ട്രിക്കൽസ്. അതിൻ്റെ ഓണറാണ് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഓണർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സംരംഭക, ധൈര്യമായിട്ട് ഈ ഒരു മേഖല തിരഞ്ഞെടുത്ത് വർഷങ്ങൾ കൊണ്ട് വളരെ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ ജ്യോതി കുറുപ്പ്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ മാം. നമസ്കാരം. എന്തായാലും ആദ്യമായിട്ട് ഒരു താങ്ക്സ് പറയുകയാണ്. കാരണം ഒരുപാട് വനിതകൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു എന്താ പറയുക, മുമ്പേ നടന്നതിന്, അവരെക്കാൾ മുമ്പേ നടന്ന് വിജയിച്ച് കാണിച്ചു കൊടുത്തതിന് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? 2002 ഈ ഇയേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയസ്സറിയും. Anyway, about 2002, I passed out my electrical engineering from Vishweshwar Technical University. അത് കഴിഞ്ഞിട്ട് I had no option because I lost my father when I was very small. 5th standard I lost my father. അപ്പം ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. For higher studies, actually there was no option for us. For me, I didn't want to become an engineer. I wanted to become a doctor always. It was my dream to become a gynecologist from my childhood. I was very good in studies. അപ്പം ബിക്കോസ് ഓഫ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്നപ്പം കോംപ്രമൈസ് ചെയ്ത് ഐ ഹാഡ് ടു ഗോ ഫോർ എഞ്ചിനീയറിംഗ്. എനിക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റായിരുന്നു ദാറ്റ് ടു ഇലക്ട്രിക്കൽ. പിന്നെ നമ്മളിപ്പം ഓപ്ഷൻ ഇല്ല, അപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടൊരു ചാലഞ്ചായി. ഇത് പഠിച്ച് വിജയിച്ച് ജോലി വാങ്ങിച്ചില്ലെങ്കിൽ ദിസ് ബിഗ് പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലം വിൽ നോട്ട് ലീവ് മീ. പിന്നെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളും ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വാശിപ്പുറത്ത് പഠിച്ച എഞ്ചിനീയറിംഗ് ടുഡേ ഹാസ് ഹെൽപ്പ് മീ ടു ബിൽഡ് മൈ career and also built my dream that I wanted to be in business. Nice. 17 years I worked with a company called Havells India Limited, which is one of the known electrical company in India. 17 years I came out of the company as an assistant general manager, and for females the position of being an assistant general manager is not a joke. Again എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ electrical engineering, when I joined I was only female in my branch. I was only electrical engineering, passed out female from my college in 2002. അവിടെ നിന്ന് ഞാൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴോ മാർക്കറ്റിങ്ങിന് ഫസ്റ്റ് ഫീമെയിൽ ഇൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി മാർക്കറ്റിംഗ്. ലോട്ട് ഓഫ് ടൈംസ് വെൻ ഐ യൂസ് ടു ഗോ ആൻഡ് മീറ്റ് ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ് റിപ്രസെൻറ്റിംഗ് ഹാവൽസ്, ദേ യൂസ് ടു ഡിസ് ഇലക്ട്രിക്കൽ. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ എല്ലാവരും ഈ ഇലക്ട്രിക്കലിൽ വരുമ്പോൾ ഫീമെയിൽസ് വരുമ്പോൾ ഒരു മുഖത്തൊരു ഞെട്ടല്. അപ്പം ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടേക്കൺ എ റോങ് ഡിസിഷൻ. ദാറ്റ് സർപ്രൈസ് മീ ആക്ച്വലി. വേറെ നോക്കുമ്പോൾ എൻ്റെ കൂടെ നമ്മളിപ്പോൾ ആർക്കിടെക്ട്സിനൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ പല കമ്പനീസിൻ്റെ എംപ്ലോയീസ് വരാറുണ്ട്, ഓൾ മെയിൽ. അപ്പോൾ അവിടെയും ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ. പിന്നെ എനിക്ക് വാശിയായിരുന്നു, ഓക്കെ ഇതെങ്കിലും ഇത് പെർഫോം ചെയ്യണം. അപ്പോൾ തോന്നുന്നുണ്ടായിരുന്നില്ല ഇതെന്താ ആരും വേറെ ഗേൾസ് ഒക്കെ ചൂസ് ചെയ്യാത്തത്? ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്, ഇത്രയും നല്ലൊരു സെഗ്മെൻറ്റ് എന്തുകൊണ്ട് വരുന്നില്ല. ആൻഡ് ഇവിടെയും ഞാൻ ഫസ്റ്റ് ഫീമെയിൽ. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നമ്മളൊരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ മൊത്തത്തിലൊരു ഡിസിഷൻ, തെറ്റിയൊരു ഡിസിഷനാണ് ഫീമെയിൽസിനെ കൊണ്ടുവന്നതെന്ന് ഫീലിംഗ് വരും. അപ്പോൾ എനിക്ക് ചാലഞ്ചായിട്ട് എടുക്കണം തോന്നി, ചാലഞ്ചായിട്ട് എടുത്തു, നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ശരിക്കും എന്താ പറഞ്ഞ ചോര വെള്ളമാക്കി വർക്ക് ചെയ്യുന്ന പറയത്തില്ല, അതുപോലെ വർക്ക് ചെയ്തു. 17 വർഷം ഐ വർക്ക്ഡ് വെരി ഹാർഡ്. ഒരു കാര്യം തീരുമാനിച്ചത് നേടിയെടുക്കാനുള്ള ഒരു വാശി ഉണ്ടല്ലോ. ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, 2008 I think 15 or 16 15 I was given as the one of the good employees in there, letter of appreciation from the chairman of Havells.
He is a legend in the electrical industry. He is a genius. His name is Keemat Rai Gupta ji. He is no more. I'm the only employee from Havells to get this letter of appreciation from him. That actually turned my life. Oh, Because കൊച്ചിയിലിരിക്കുന്ന ഞാൻ, ഓക്കെ, ഡൽഹിയിലിരിക്കുന്ന ശ്രീ QR ജി, ഞാൻ എത്ര വർക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ആ ഒരു കിട്ടാനായിട്ട്. സോ ഇറ്റ് ഇസ് പ്രൂവ്ഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് നോട്ട് എ മാറ്റർ. It's your passion, if you have passion to work and you wanted to prove that, yes, I can do it, you can do it. It's not a big deal. All you need is fire inside you. ബിസിനസ്സിൽ വന്നപ്പോഴോ 3 കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തോന്നി വേണം. ആക്രാന്തം, ആവേശം, ആഗ്രഹം. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എത്തും. ആക്രാന്തം എന്ന് ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനുള്ള ആക്രാന്തം. ആവേശം അത് ആ ബിസിനസ്സിൽ നമ്മൾ ആക്രാന്തമുണ്ട്, ആവേശം കൂടെ ഉണ്ടെങ്കിൽ അവിടെ എത്തത്തുള്ളൂ. പിന്നെ നല്ലപോലെ ആഗ്രഹം വേണം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ, വിട്ടുപോകാതിരിക്കാനാണ്. ഇപ്പോൾ ഇത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്നു, ഇത്രയും നല്ല അപ്രിസിയേഷൻ കിട്ടുന്നു, നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വിട്ടിട്ട് നേരെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ല, എന്താ നടക്കാൻ പോണേന്ന് അറിയില്ല. പക്ഷെ ഒരു ധൈര്യത്തിൽ ഇങ്ങ് വന്നതാണ്. ആ വരാനുള്ള ധൈര്യം അവിടെ നിന്ന് കിട്ടിയത്. ഇതിനകത്ത് എന്താ വെച്ചാൽ ധൈര്യം ഒരു പോയിന്റ് എത്തി. അവിടെ നമ്മളുടെ ഇനി ഗ്രോത്ത് വേണമെങ്കിൽ ദെൻ it is little difficult, okay? So especially you need to have lot of things which you need to do as per people who guide you, which doesn't suit to the situation. പക്ഷേ ഇവിടെ സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ പൊസിഷനും പോവും, ആ ഒരു ടെൻഷനെങ്കിലും ഉണ്ടാവില്ലേ? അതുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഒരു റിസ്ക് എടുക്കാം. ഫെയിലിയർ ആയി, സോ വാട്ട് യു ഫെയിൽ, മാക്സിമം യു ഫെയിൽ, that's all. You climb up, you get up and then start again from zero. ആ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിലേ that will help you. ഈ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, വാട്ട് ഡു യു ഫീൽ വെൻ യു ആർ എൻ എംപ്ലോയി, നൗ യു ആർ എൻ എംപ്ലോയർ ഓർ യു ആർ എൻ ഓൺട്രപ്രണർ. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, വെൻ യു ആർ എൻ എംപ്ലോയി, വർക്ക് ലൈക്ക് എൻ എംപ്ലോയർ, ആൻഡ് വെൻ യു ബിക്കം എൻ എംപ്ലോയർ, വർക്ക് ലൈക്ക് എൻ എംപ്ലോയി. ചെയ്തു നോക്കിയേ, സക്സസ് വരും. ഓക്കെ, എനിക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഭയങ്കര ഇഷ്ടമായി. അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മുടെ ഉള്ളിൽ വേണ്ട 3 സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ആക്രാന്തം, ആവേശം, ആഗ്രഹം. ഇത് 3ആയിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. സക്സസ് വിൽ കം. ഹാവ് പേഷ്യൻസ് ആൻഡ് ഡു യുവർ വർക്ക് കൺസിസ്റ്റൻ്റ്ലി. നമ്മളൊരു കാര്യം ചെയ്തു, 10 ദിവസം ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇതിനകത്ത് റിസൾട്ട് ഒന്നും വരുന്നില്ല, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, ഇങ്ങനെയല്ല. അത് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്. ചെയ്തുകൊണ്ടേ ഇരിക്കുക. Continuously you do what you are doing. I'm sure that the result will come. I'm an example for that. ഓക്കെ, ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ആളുകൾക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ചോദിക്കുക. എന്തായാലും തുടങ്ങിയ ടൈമിൽ ചിലപ്പോൾ ചെറിയൊരു വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ ഓവർകം ചെയ്ത് പോരുക എന്നുള്ളതാണ്, അത് കവർ ചെയ്ത് ഇങ്ങ് പോരുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ തുടക്കത്തിൽ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ബിക്കോസ് 2019 when I resigned from Havells and I started my firm Sparklite Electricals, you will not believe, എനിക്ക് ABCD ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല. ഐ ഡിഡ്ന്റ് നോ ഹൗ ടു സ്റ്റാർട്ട്, വാട്ട് ടു ഡു, നത്തിങ്. ഒരു ധൈര്യപ്പെടുത്ത് ബിസിനസ് തുടങ്ങി. കഷ്ടകാലത്തിന് 2019 കോവിഡ് സ്റ്റാർട്ടായി. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് എ ബിഗ് ബ്ലോ ഓൺ മീ ബിക്കോസ് ഫണ്ട്സ്, because you have to do a lot of things, because your expenses remain same. You have to give the rent, you have to pay to your staff, you don't have an income. So ഈ പറഞ്ഞാൽ നമ്മൾ തുടങ്ങി, നമ്മൾ സ്റ്റക്കായി. എല്ലാവരും പറഞ്ഞു, കണ്ടോ ഞങ്ങൾ പറഞ്ഞല്ലേ ബിസിനസ് ചെയ്യരുത്. 2020 ഓൾസോ കംപ്ലീറ്റ്ലി വെൻ ടു കോവിഡ്. എന്താ ചെയ്യേണ്ടതെന്നല്ല, എൻ്റെ മാർക്കറ്റ് ഇസ് ഡൗൺ, യു കാൺ ഡു എനിത്തിങ്. ബട്ട് ദോസ് 2 years taught me how to survive. ആ ഒരു ചാലഞ്ച് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളത് ചാലഞ്ച് ഫേസ് ചെയ്ത് മുമ്പോട്ട് പോയോണ്ടാണ് ഇന്ന് എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് വന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചാലഞ്ച് ദൈവമായിട്ട് തന്നതാ. ബിസിനസ് നല്ലപോലെ പോകാൻ നേരത്തെ നമ്മൾ വേണ്ട കറക്ഷൻസ് ചെയ്യില്ല. ആ സമയത്തുണ്ടായ ആ സിറ്റുവേഷനിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം ഫേസ് ചെയ്ത് വന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല ധൈര്യമായി. ഓക്കെ, ആ ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൂടെ നിന്നവരും എല്ലാവരും ഒന്ന് മാറി നിന്ന് കളിയാക്കുകയോ പുച്ഛിക്കുക ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ആ ഒരു ധൈര്യത്തിലും കവർ ചെയ്ത് പോകുന്നു അല്ലേ? അത് നമ്മൾ കേൾക്കില്ല ആ സമയത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകണം. ബിക്കോസ് യു ഹാവ് എംപ്ലോയീസ് ലോങ് വിത്ത് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം. പിന്നെ എന്താണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. ഈ സെറ്റ് ബാക്ക് നമുക്ക് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇങ്ങനത്തെ സെറ്റ് ബാക്ക് വന്നാൽ അഗെയിൻ യു സർവൈവ്, റൈറ്റ്? ബട്ട് ദർ ഇസ് എ ഗ്യാരണ്ടി ദാറ്റ് യു ഗെറ്റ് മണി. ഹിയർ ദർ ഇസ് നോ ഗ്യാരണ്ടി. മനസ്സിലായില്ലേ? ഇപ്പം ആ ഒരു സമയത്ത് കുറേ ആൾക്കാർ നിർത്തി പോയിട്ടുണ്ട്. സോ താങ്ക് ടു ഗോഡ് ദാറ്റ് ഐ ഡി നോട്ട് കം ഇൻ ടു ദറ്റ് കാറ്റഗറി. അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേനെ. ബിക്കോസ് യെസ്, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുക. യു ഹാവ് ടു ഡു ഇറ്റ്. ഈ പേടിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്?
ആക്ച്വലി എനിക്ക് പേടി എന്ന് പറയാൻ പറ്റില്ല. ഐ വാസ് നോട്ട് സ്കേർഡ്, ഐ വാസ് കൺഫ്യൂസ്ഡ് ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഇൻവെൻട്രി, ഓക്കെ, ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് എത്ര വെക്കണം, മാർക്കറ്റിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എത്ര വെക്കണം, വാട്ട് ബ്രാൻഡ്സ് ടു സെലക്ട്. ദീസ് വെർ മൈ കൺഫ്യൂഷൻ. ഐ വാസ് നെവർ സ്കേർഡ് ഫ്രം മൈ ബിഗിനിങ്. ഐ വാസ് നെവർ സ്കേർഡ്. ഓക്കെ ഓക്കെ. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഈ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു സാധാരണ ഒരു ക്ലയൻറ്റിന് കിട്ടുന്ന ഒരു എക്സ്ട്രാ സർവീസ് എന്തായിരിക്കും? ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ദേ ക്യാൻ ഡു ബിസിനസ്. പക്ഷേ ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിയുവാണെങ്കിൽ കുറച്ച് വാല്യൂ അഡീഷൻ കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ കാണുക, നമ്മളിപ്പം അതിനെക്കുറിച്ച് ഇലക്ട്രിക്കലിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവരോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ഫിക്ചർ, ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ആ ഫിക്ചർ എടുക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാവരുടെയും ഗുരു ഗൂഗിളാണ്. ഗൂഗിൾ അടിച്ചാൽ യു ഗെറ്റ് എവറിത്തിങ്. ഓക്കെ, വി ആർ ആക്ച്വലി റിയലി ഫെഡ് അപ്പ് വിത്ത് ഗൂഗിൾ ബിക്കോസ് ആൾക്കാർ കസ്റ്റമേഴ്സ് പഠിച്ചിട്ട് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. അപ്പം ഞാനിത് ആരോട് പറഞ്ഞപ്പോൾ എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഇസ് മൈ ക്ലയൻറ്റ്. അപ്പം പറഞ്ഞു, ഐ ടോൾഡ് ഡോക്ടർ, യു അറ്റ്ലീസ്റ്റ് യു ആർ ലിസണിങ് ടു മീ, ബട്ട് ദെർ ആർ പീപ്പിൾ ഹു ആക്ച്വലി ഗൈഡ് മീ ബീങ് എ ഡോക്ടർ. യു ആർ ഓൺലി ഫേസിങ് ദിസ്. ആസ് എ ഡോക്ടർ പീപ്പിൾ ടീച്ച് മീ ഹൗ ടു ഡു സർജറി സീയിങ് യൂട്യൂബ്. സോ ആ കാലമാണിത്. അപ്പം അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നത് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും. ഒരു പർട്ടിക്കുലർ റൂമിൽ എത്ര ലൈറ്റ്സ് വേണം, ഏത് മോഡൽ സ്വിച്ചസ് എടുക്കുന്ന ലൈഫ് ഏതിനാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി കുറയ്ക്കണമെങ്കിൽ, ദ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി കുറയും. നൗ ഇലക്ട്രിസിറ്റി ഹാസ് ബിക്കം വെരി കോസ്റ്റ്ലി, നോട്ട് ലൈക്ക് പ്രീവിയസ് ഡേയ്സ്. ദ ടാരിഫ്സ് ഹാവ് ഗോൺ ഹൈ, റൈറ്റ്? സോ വാട്ട് ആർ ദ പ്രോഡക്ട്സ് ടു ബി യൂസ് സോ ദാറ്റ് യുവർ ഇലക്ട്രിക്കൽ കൺസംഷൻ ഇസ് ലെസ്? അങ്ങനത്തെ കുറേ നമുക്ക് ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഈ ഓരോ ദിവസവും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളാണ് അവനൊരു സാധനം ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ആരാണോ ഇവരെ ഇത് മേടിക്കാൻ നിർബന്ധിക്കുന്നത് അവർ പറയുന്ന അതാണ് ഇന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആരോ പറഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വിപണിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാത്തത് വരുന്നുണ്ട്. ചിലപ്പോൾ ഇതിനെക്കാട്ടിയും ക്വാളിറ്റി ഉള്ളത് ഇപ്പുറത്ത് വേറെ ഉണ്ടാവും. ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും വിശ്വസിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റിലാണ്. എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഇത് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ ഒരു നല്ലൊരു ക്വാളിറ്റിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ആൾക്കാർ നമ്മുടെ കടയിലേക്ക് വരുമ്പോൾ തന്നെ ഇലക്ട്രീഷ്യൻസോ കോൺട്രാക്ടേഴ്സോ ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് കൊടുത്തു വിടും. ഓക്കെ, ഇന്ന ബ്രാൻഡ് അവർ തന്നെ സ്പെസിഫൈ ചെയ്യും. ബട്ട് ദർ ആർ ഫ്യൂ പീപ്പിൾ ഹു ആക്ച്വലി ഡോണ്ട് ഗെറ്റ് ദാറ്റ് നോളജ് ഓൾസോ. അവരിങ്ങനെ വന്നിട്ട് അവർ കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പം അതിന് ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഒരു പാവപ്പെട്ട ഒരാൾ വീട് വയ്ക്കുക, ഓക്കെ, അവർക്കൊരു നമ്മുടെ ഒരു ബാഡ് ലക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ വരുന്ന ഏറ്റവും അവസാനമായിരിക്കും പർച്ചേസിൻ്റെ ഇത് വരുമ്പോൾ. അപ്പോഴത്തേക്ക് അവരുടെ ഉള്ള ബഡ്ജറ്റ്സ് എല്ലാം തീരും. ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ടൈറ്റിലായിരിക്കും. ടുവേർഡ്സ് ദി എൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ബഡ്ജറ്റ് എല്ലാം കുറയും. അവിടെ വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? മോസ്റ്റ്ലി കോംപ്രമൈസ് ചെയ്തിട്ട് ലോക്കൽ ബ്രാൻഡ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങും. ഇവരുടെ മനസ്സിൽ ഫീലിംഗ് എന്താ, ക്ലയൻസിൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബ്രാൻഡഡ് കമ്പനീസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം മിത്താണ്. ഇത് മിത്ത്. ഐ എം ടെല്ലിങ് ഇറ്റ്സ് എ മിത്ത്. വൈ? ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഒരാൾ വന്ന് പറയുമോ, മാഡം ഞങ്ങൾക്ക് ഒരു 50,000 രൂപയ്ക്കുള്ളിൽ വി ഹാവ് ടു ബൈ മോഡുലർ സ്വിച്ചസ്, വി ഹാവ് ടു ബൈ BLDC fan, I want lighting, I want what. It's possible. You tell your budget, it's my headache to provide you that. Oh. മനസ്സിലായില്ലേ? വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ബിസിനസ് ഓൾസോ ഐ ഹാഡ് എ മൈൻഡ് ദാറ്റ് ഒരു കസ്റ്റമർ വന്ന എനി ഫോം ഓഫ് കസ്റ്റമർ ഹുസ് കമ്മിങ് ഇൻ Benz, BMW or even an auto rickshaw, everybody should go happy from my shop purchasing the product. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റിനെയും ടേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോഡക്ട്സും വി ഹാവ് ഇൻ അവർ ഷോപ്പ്. ഓക്കെ. ഈ പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് ഈ അപ്ഡേഷൻസ് വരുന്ന കാര്യം ഈ വരുന്നതെല്ലാം ഇപ്പോൾ ചിലതൊക്കെ ഗൂഗിളിൽ നോക്കുന്നു, എല്ലാവരും നോക്കും വിദേശത്തുള്ളതൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു ട്രെൻഡാണത്. അവിടെ ഇറങ്ങിയ സാധനം ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് തുടങ്ങുന്നുള്ളൂ. എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് വിദേശത്ത് കണ്ടുവരുന്നതാണ്, വളരെ റെയറായിട്ട് ഇവിടെ കിട്ടുന്നത്, ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡലുകൾ ഇറങ്ങുന്നത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടീം നമ്മുടെ കയ്യിലുണ്ടോ, നമ്മളിലേക്ക് എത്തിക്കാനുള്ള? ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഹാസ് ഗ്രോൺ ടു ടു an extent that you can't believe how the growth of India. Lot of things goes from India, nobody knows, and it is labeled in foreign countries because the cost of production in India is very less, manpower definitely is very less. So ഇത് ഇവിടുന്ന് പോയിട്ട് അവിടുന്ന് മെയ്ഡ് ഇൻ XYZ സീൽ ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യ വരുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്താ, ഇത് അവിടുന്ന് വന്നതാ, ഭയങ്കര ക്വാളിറ്റി. ആക്ച്വലി ഇറ്റ് ഇസ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. And there are a lot of buyers from Dubai, I'm telling you, from Dubai, from London, from USA who are my clients. They say that, wow, we have not seen this product in our country.
നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ കൺട്രിയുടെ മേളിലോ നമ്മുടെ പ്രോഡക്ട്സിന് മേളിലോ അത്രയും വിശ്വാസം ഇല്ല. തീർച്ചയായും നമുക്ക് BLDC fan, the technology of BLDC fan actually evolved in India. The people outside India don't know what is BLDC fan. മനസ്സിലായോ? സോ ഇറ്റ്സ് എൻ എനർജി സേവർ ഫാൻ വിച്ച് കൺസ്യൂംസ് വെരി ലെസ് വാട്ടേജ് ഓഫ് പവർ. നമ്മുടെ നോർമൽ ഫാൻ വിച്ച് കൺസ്യൂംസ് അറൌണ്ട് 80 watts 85 watts, ഒരു 5 വർഷം 6 വർഷം 7 വർഷം പഴക്കമുള്ള ഫാൻ, ഇറ്റ് കൺസ്യൂംസ് മോർ വാട്ടേജ്. ദ മോർ യു റൺ, the more wattage. When you come into BLDC fans, ഈ പറഞ്ഞ പോലെ from 100 watts you're coming to 25 watts. മനസ്സിലായോ? സോ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ വില്ലൻ ഫാൻ തന്നെയാണ്. ബിക്കോസ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ചിട്ട് ഇതോ ഇറ്റ് ഇസ് വെരി ഹോട്ട് ഓർ ഹോട്ട്, ദർ ഇസ് നോ നത്തിങ് ലൈക്ക് കോൾഡ് ടെമ്പറേച്ചർ ഓർ സംതിങ്. മഴ പെയ്യുവാണെങ്കിൽ നമ്മളിങ്ങനെ വീശിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഫാനാണ് ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നത്. സോ വി ഹാവ് എൻറ്റയർ പ്രൊവിഷൻ ടു പ്രൊവൈഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് which can reduce your electricity bill. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ദുബായിൽ നിന്ന് നമ്മളൊരു ഷാൻഡലിയർ കൊണ്ടുവരുന്നു, അവിടുന്ന് യു ആർ ബൈങ് ഓൾ ദിസ്, യു ആർ ബൈങ് ലോട്ട് ഓഫ് പ്രോഡക്ട്സ് ഫ്രം അതർ കൺട്രീസ്. സർവീസ് എന്ത് ചെയ്യും നിങ്ങൾ? ഇന്ത്യൻ ഇപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് സിസ്റ്റമിനെ അനുസരിച്ചല്ല അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്, റൈറ്റ്? സോ നമുക്കിവിടെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വാട്ട് യു വിൽ ഡു? നമ്മളിവിടുന്ന് ലോക്കലി വെൻ യു ആർ ഗെറ്റിംഗ് ഇൻ്റർനാഷണൽ ലെവൽ പ്രോഡക്റ്റ് ഇൻ അവർ ഓൺ കൺട്രി, ഇൻ അവർ ഓൺ സ്റ്റേറ്റ്, why do you want to go abroad and buy it? Here you get good price, you get excellent service. See, നമ്മൾ വിറ്റു കഴിഞ്ഞു എന്നല്ല, അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന സർവീസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വീട്ടിൽ ലൈറ്റ് കത്തിയില്ലേ കുഴപ്പമില്ല, ഫാൻ കത്തിയില്ലേ, നിങ്ങൾ ഫാൻ വർക്ക് ചെയ്തില്ലേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. യു ബൈങ് ഫ്രം സം അതർ സ്റ്റേറ്റ് ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് സർവീസ് ഇമ്മീഡിയറ്റ്ലി, വാട്ട് യു വിൽ ഡു? അവിടെയാണ് വി റിക്വസ്റ്റ് ദ കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഫ്രം നിയറസ്റ്റ് ഡീലേഴ്സ് ഓർ ഫ്രം യുവർ ഓൺ സ്റ്റേറ്റ്. ഡോണ്ട് ബ്രിങ് മെറ്റീരിയൽ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഐ വാസ് വെരി ഷോക്ക് ടു ഹിയർ ലൈറ്റ് ഫിറ്റിംഗ്സ് വിച്ച് വി പുട്ട് ഷാൻഡലിയേഴ്സ് ആൻഡ് ദീസ് കൈൻഡ് ഓഫ് ലൈറ്റ്സ് ഇൻ അവർ ഷോപ്പ്. ഹി ആസ്ക്ഡ് മീ വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് ഇറ്റ്. ഞാൻ എല്ലാം വാങ്ങിച്ചു, ദുബായിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പം ഞാൻ ചോദിച്ചു, സാർ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഈ ഫിറ്റിംഗ്? ഈ സെയിം ഫിറ്റിംഗ് ഞാൻ ഇവിടുന്ന് 25,000 രൂപയ്ക്കൊക്കെ വന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിഷമമാവും. ഇവിടെ 8,000 rupees കിട്ടുന്ന സാധനം 25,000 രൂപയ്ക്ക് കൊണ്ടുവന്നു പറയുമ്പോൾ വാട്ട് ആൻസർ യു വിൽ സേ? ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളും ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുത്താലും, ചിലപ്പോൾ നല്ല നല്ല ലൈറ്റുകളെല്ലാം കൊടുത്താലും അവർ യൂസ് ചെയ്യുന്ന വയറുകൾ ചിലപ്പോൾ നിസ്സാര പൈസക്ക് മേടിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. അത് ഭയങ്കരമായിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് വീണ്ടും തിരിച്ചെടുക്കാനൊക്കെ. ബേസ് വയറിങ്സ് ആണ്, അപ്പോൾ അതും ക്വാളിറ്റികൾ തന്നെ നോക്കണ്ടേ? ഇതൊക്കെ കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? Actually, I don't know what made you ask this question. It's a very important question. Actually, it's a very good question. ഓക്കെ, നമ്മുടെ ഇമാജിൻ യുവർ ബോഡി. ഓക്കെ, നമ്മുടെ ഒരു വീടിനെ പോലെ നമ്മുടെ ബോഡിയെ കൺസിഡർ ചെയ്തേ. നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് പാർട്സ്, നമ്മുടെ ഡിഫറെൻറ്റ് സ്വിച്ചസ് പോയിന്റ്സ് എന്ന് വിചാരിച്ചാൽ മതി. യു ഹാവ് കിഡ്നി, യു ഹാവ് ലിവർ, യു ഹാവ് സ്റ്റമക്ക്. ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നത് എന്താണ്? വെയിൻസ് ആൻഡ് വാട്ട് എവർ അല്ലേ? വെയിൻസ് അല്ലേ കണക്ട് ചെയ്യുന്നത്? വെയിൻസ് എന്ത് ചെയ്യും? ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യും, ബ്ലഡ് സപ്ലൈ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ പല പല പോയിന്റ്സ് നിങ്ങളുടെ ഓർഗൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനെല്ലാം കണക്ട് ചെയ്യുന്ന വയേഴ്സാണ്. ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴും ഈ വയർ വഴിയേ ഫയർ സ്പ്രെഡ് ആവത്തുള്ളൂ. അവിടെ നമ്മളൊരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് എ ഫയർ ആക്സിഡൻറ്റ്. ബിക്കോസ് വയേഴ്സ് ആർ ദി കാരിയേഴ്സ് ഓഫ് ഫയർ ഫ്രം വൺ പോയിന്റ് ടു അതർ പോയിന്റ്, റൈറ്റ്? ആൻഡ് ഓൾവേസ് ദി ഫയർ സ്റ്റാർട്ട്സ് അറ്റ് ദി ടെർമിനേഷൻ പോയിന്റ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വയർ എന്ന് വിചാരിക്കൂ. ഓക്കെ, ഒരിക്കലും കത്ത് പിടിക്കുന്ന നടുക്കുതരായിരിക്കില്ല. ഫ്രം ദ പോയിന്റ് വേർ ഇറ്റ് ഇസ് ടെർമിനേറ്റഡ്, അവിടെ നിന്നായിരിക്കും വയറിൻ്റെ ക്യാച്ച് ആവുന്ന ഫയർ അല്ലേ? അപ്പം വയറിൻ്റെ ക്വാളിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വയറിൻ്റെ മാത്രമല്ല, MCB, RCCB വയേഴ്സ്, ഈ 3 പ്രോഡക്റ്റും നമ്മുടെ ലൈഫ് ലൈനാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ, നമ്മുടെ സേഫ്റ്റി. സോ ഹിയർ യു കാൺട്ട് കോംപ്രമൈസ്. We request the customers never compromise on these 3 important products which will save your life, your children's life, your entire എന്താ പറഞ്ഞ കോസ്റ്റ്ലി പ്രോഡക്ട്സ് ഓൾസോ. 2 ലക്ഷത്തിൻ്റെ LED TV വാങ്ങിച്ചു വെച്ചു, പ്രോപ്പർ RCCB ഇല്ല, ലൈറ്റ്നിങ് വന്നു. 2 ലക്ഷത്തിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് എന്താ? ഒരു പ്രോഡക്റ്റ് ഫോർ 200-300 rupees അവിടെ കോംപ്രമൈസ് ചെയ്യും. നിങ്ങൾ ബ്രാൻഡ് ഭയങ്കര കോസ്റ്റ്ലി ആണൊക്കെ, പക്ഷേ നിങ്ങളുടെ 2 ലക്ഷത്തിൻ്റെ LED TV അവിടെ അടിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും മനസ്സിലായോ? സോ ദീസ് പ്രോഡക്ട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സെലക്ടിങ്. ഓക്കെ, ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താ? നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്, പക്ഷേ ഒന്ന് മാം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഒരു പർച്ചേസിന് ഇറങ്ങേണ്ട, ഒരു ഇലക്ട്രിക്കൽ മേഖലയിലേക്ക് പർച്ചേസിന് ഇറങ്ങുമ്പോൾ ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ 3 ഐറ്റം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ലൈറ്റിംഗ് ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ ലൈഫിനോ അല്ലെങ്കിൽ സേഫ്റ്റിക്കോ ഒരു ത്രെട്ടില്ല. നേരെ മറിച്ച് വയറിൻ്റെ ക്വാളിറ്റി
MCB ക്വാളിറ്റി, RCCBയുടെ ക്വാളിറ്റി, സ്വിച്ചസിൻ്റെ ക്വാളിറ്റി, ഈ 3 എണ്ണം നല്ലതല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കും. അതുകൊണ്ട് ബ്രാൻഡഡ് പ്രോഡക്ട്സ് നല്ല കമ്പനിയുടെ നോക്കി തന്നെ വാങ്ങിക്കുക. There are companies who are providing 7 years of guarantee, not warranty, guarantee. The difference between guarantee and warranty, you know, right? Warranty is basically, it is coming under repair. Guarantee is replacement. So these products cannot be replaced. It cannot be repaired. It has to be replaced. അതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് നോക്കി വാങ്ങിക്കുക, കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഇനി ഒരു മാമിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു കസ്റ്റമർ മാമിൻ്റെ സ്ഥാപനത്തിൽ വരികയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞൊരു പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കും, ക്വാളിറ്റി കുറഞ്ഞെന്ന് വിചാരിക്കുന്നു, ഏറ്റവും വില കുറഞ്ഞത് മേടിച്ചുകൊണ്ട് പോവുകയാണ്. ആ ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കേടുപാട് സംഭവിക്കുകയും അപ്പോൾ നമ്മൾ പറയുകയാണ് അത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടാണ്, അല്ല വില കുറഞ്ഞതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ വില കുറയുന്നതിനനുസരിച്ച് ക്വാളിറ്റിയും കുറയുന്നൊരു പ്രവണതയുണ്ട് മൊത്തത്തിൽ. നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നുണ്ടോ? ഇപ്പോൾ വില കുറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിച്ച് വെക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ മേടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് പേര് വെക്കുന്നുണ്ട്. നമ്മൾ ആരെയും നന്നാക്കി പറയുന്നില്ല, ഒരുപാട് പേര് അങ്ങനെ വെക്കുന്നുണ്ട്. അത് തുറന്നു ചോദിച്ചാണ്. ഇതിനകത്ത് എങ്ങനെ ഐ വിൽ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് വേ. ഓക്കെ, വെൻ യു വാണ്ടഡ് ടു മേക്ക് മണി യു ഡു ഓൾ ദിസ്. When your intention is you need to make profit, at the same time you need to have good customer base, you don't do it. മനസ്സിലായില്ലേ? ഇപ്പം എനിക്ക് ബ്രാൻഡഡ് പ്രോഡക്ട്സ്, എന്തുകൊണ്ട് ഞാൻ ബ്രാൻഡഡ് പ്രോഡക്ട്സ് മാത്രം വിൽക്കുന്നു? കമ്പനി പ്രോഡക്ട്സ് നല്ല ബ്രാൻഡ്സ്, ഇപ്പോൾ യു ക്യാൻ സേ സോ മെനി ബ്രാൻഡ്സ് ഐ ഹാവ് ഇൻ മൈ ഷോപ്പ്, ഐ എം നോട്ട് നെയിമിങ് ദം, ബട്ട് നമ്മൾ എന്തുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പാനൽ എടുക്കുവാണെങ്കിൽ അലുമിനിയം പാനൽസും ഉണ്ട്, പ്ലാസ്റ്റിക് ബോഡി പാനൽസും ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് ബോഡി പാനൽ ഒരു വലിയ പ്രോജക്റ്റ് വെയർ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈറ്റ് ഇടുന്ന സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് പാനൽ സജസ്റ്റ് ചെയ്യില്ല. ഡിഫറൻസ് പറയും, ദിസ് ഇസ് എ കോസ്റ്റ്. ഇപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ബിക്കോസ് വീട്ടിൽ നമ്മൾ അധികം നേരം ലൈറ്റ് ഓൺ ചെയ്യുന്നില്ല അല്ലേ. മാക്സിമം എന്ത് പറ്റും, നമ്മൾ ഒന്നാമത് പിശുക്കും, ഇല്ല എണീറ്റ് പോകുന്നത് ലൈറ്റ് ഓഫ് ചെയ്യും. ഇമാജിൻ ഇഫ് ഇറ്റ് ഇസ് എ ഹോസ്പിറ്റൽ, ഇമാജിൻ ഇഫ് ഇറ്റ് ഇസ് എ ഹോട്ടൽ, imagine if it is a textile shop, whatever, where you need continuous light from morning till night, there you need to have quality. അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോഡി പാനലിന് ലൈഫ് കുറവാണ്, അതുകൊണ്ടാണ് കോസ്റ്റ് കുറവ്. സോ വേർ യു യൂസിങ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മേടിക്കാൻ വരുന്ന കസ്റ്റമർ ശ്രദ്ധിക്കണം. നോർമലി ആണെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക് എടുക്കരുത്, ഒരു ബോധ്യം മേടിക്കുന്നവർക്കും വേണം. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദേ ഗോ ടു ഡിഫറെൻറ്റ് ഷോപ്സ്, നമ്മൾ അനുഭവിക്കുന്നത് വെച്ചാൽ ഒരു XYZ ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുക. ബട്ട് ദ കസ്റ്റമേഴ്സ് നോട്ട് നോയിങ് വാട്ട് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഫ്രം ദാറ്റ് ബ്രാൻഡ് ദേ ഹാവ് ടേക്കൺ. ഇപ്പോൾ നമ്മുടെ കടയിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രീമിയം ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ നോക്കുമ്പോൾ ഇറ്റ്സ് എ കോസ്റ്റ് ഡിഫറൻസ്, സെയിം പ്രോഡക്റ്റ് കോസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല ദർ ആർ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഇൻ ദ സെയിം ബ്രാൻഡ്. ബിക്കോസ് ലോക്കൽ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ ദ കമ്പനി ഹാസ് ടു ബ്രിങ് സർട്ടൻ പ്രോഡക്ട്സ് ലൈക്ക് ദാറ്റ്, ഓൺലി ദറ്റ് ദേ ക്യാൻ കോമ്പീറ്റ്. അല്ലെങ്കിൽ ലോക്കൽ ബ്രാൻഡ്സ് കയറിക്കൊണ്ടേയിരിക്കും, ബ്രാൻഡഡ് കമ്പനീസിൻ്റെ സെയിൽ സ്റ്റാഗ്നൻ്റ് ആവും. സോ ആ മാർക്കറ്റും കൂടെ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേ ഹാവ് ബ്രോട്ട് ഇൻ. ഐ ഡോണ്ട് സേ ഇറ്റ് ഇസ് ബാഡ് ക്വാളിറ്റി, ബട്ട് യു യൂസ് ദാറ്റ് പ്രോഡക്റ്റ് ഫോർ പ്ലേസസ് വിച്ച് ആർ നോട്ട് റിക്വയർഡ് ടു ഹാവ് കണ്ടിന്യൂസ് ലൈറ്റ്സ്. മനസ്സിലായില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. മാം നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് പോയി ഒരു ലൈറ്റ് എത്ര ഏരിയ സ്പ്രെഡ് ആവും അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ടീം നമുക്കുണ്ടല്ലേ? ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഞാൻ പോകാറുണ്ട്. പിന്നെ എൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ സെയിൽസിലെ ആൾക്കാർ ഇത് കേട്ട് പഠിച്ച് ദേ ഓൾസോ നോ ഹൗ ടു സ്പീക്ക് നൗ. ഇറ്റ്സ് എ നോളജ്, നോ. സോ വെൻ യു ഗിവ് ഇറ്റ് ഇൻക്രീസസ് എന്ന് പറയുന്നല്ലേ, ഇറ്റ് ഡിവൈഡ്സ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ്. അവരും ചോദിക്കാറുണ്ട്, സാറിന് ഇവിടെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു ബാത്റൂമിലേക്ക് എനിക്ക് ലൈറ്റ് വേണമെന്ന് പറയുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി ടു സീ മൈ സ്റ്റാഫ് ആസ്കിങ് ദം, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് സാർ, ഇത്രയും സ്പേസുള്ളൂ, ഒരു പോയിൻറ്റേ ഉള്ളൂ, ഒരു പോയിൻ്റാണെങ്കിൽ ഇത്രയും വാട്ട്സ് വേണം, 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വാട്ട്സ് യൂസ് ചെയ്യാം. സോ we give that additional information to them and rest is customer to decide. ശരിക്കും മാമിനും അതൊരു സന്തോഷമല്ലേ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ? ഭയങ്കര സന്തോഷമാണ് അല്ലേ, അടിപൊളി. ഇനിയിപ്പോൾ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ഇനിയൊരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? ഒരു ബിസിനസ് മുമ്പോട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം സ്ട്രഗിൾസ് ആണ് ഫേസ് ചെയ്യുന്നത്? ഇതിനകത്ത് സ്ത്രീ പുരുഷനൊന്നും ഇല്ല. ഓക്കെ, ബിസിനസ് എന്ന് പറയുമ്പം ബേസിക്കലി ദർ ഇസ് കൈൻഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഒരു ബിസിനസ്സിന്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ എല്ലാ ബിസിനസ്സിനും സെയിം ആണ് അക്രോസ് ദ വേൾഡ്. അവിടെ സ്ത്രീയെന്നോ പുരുഷനോ അങ്ങനെ ഒന്നുമില്ല. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ യു ഹാവ് ടു ഗ്രോ, അല്ലെങ്കിൽ യു ഹാവ് ടു ഡീഗ്രോ.
ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ. ദർ ഇസ് നത്തിങ് കോൾഡ് എ സ്റ്റേബിൾ ബിസിനസ്. അപ്പോൾ ഈ മേഖലയിലേക്ക് എന്താ കൂടുതൽ സ്ത്രീകൾ വരാത്തത്? അത് ഐ ഡോണ്ട് നോ, മേ ബി അതാണ് ഞാൻ ചോദിച്ചത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ ഇന്റർവ്യൂ കേട്ടിട്ട് ഇനി ചിലപ്പോൾ സ്ത്രീകൾ വരുമായിരിക്കും. വരട്ടെ, അത് തന്നെ. സോ ഞാൻ പറയുന്നത്, കമ്മിങ് ബാക്ക് ടു ദറ്റ് സെയിം സബ്ജക്ട് ഓഫ് ഗ്രോത്ത്. ഓക്കെ, നൗ വെൻ ഐ ടെൽ യു ദാറ്റ് വി ഹാവ് ടു ഫേസസ് ഓഫ് ബിസിനസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. വൺ ഇസ് ഗ്രോത്ത് ആൻഡ് അതർ വൺ ഇസ് ഡീഗ്രോത്ത്. ഗ്രോത്തിന് എന്ത് ചെയ്യണം എന്നറിയാം നമുക്ക്. വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് ഗ്രോത്തിന് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യണം. Now this sounds little surprising for you. Growth requires problem creation. How? അല്ലേ? ഇങ്ങനെ ഒരു സംഭവം മനസ്സിൽ കിടക്കട്ടെ, കീപ്പ് ഇറ്റ് എ സൈഡ്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ ഡീഗ്രോത്ത്. ഓക്കെ, നമ്മൾ ബിസിനസ്സിൽ ഡീഗ്രോ ചെയ്യുന്നു. അതെന്താ ചെയ്യേണ്ടത്, അത് വേറൊരു സബ്ജക്റ്റാണ്. വെൻ ഇറ്റ് കംസ് ടു ഗ്രോത്തിൻ്റെ ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും, വെൻ ഐ ടോൾഡ് യു ദാറ്റ് യു നീഡ് ടു ക്രിയേറ്റ് പ്രോബ്ലം ഫോർ ഗ്രോത്ത് എന്ന് വെച്ചാൽ, ഞാൻ സുഖമായിട്ട് എൻ്റെ ഷോപ്പിൽ എക്സാമ്പിൾ പറയുകയാണ്, 50 lakhs പെർ മന്ത് ചെയ്തുകൊണ്ടിരിക്കുക ബിസിനസ്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഐ നീഡ് ടു ഗ്രോ ഫ്രം 50 lakhs to 1 crore. ഐ എം ക്രിയേറ്റിംഗ് എ പ്രോബ്ലം. 50 ലക്ഷം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഐ എം പ്ലാനിങ് ടു ഗ്രോ ഫ്രം 50 lakhs to 1 crore. ഐ ഹാവ് ക്രിയേറ്റഡ് പ്രോബ്ലം ഫോർ മീ. അതിന് വേണ്ടിയിട്ട് വാട്ട് ഐ വിൽ ഡു ഇസ്, ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഐ നീഡ് ടു ഡു. അല്ലേ, 50 1 crore ചെയ്യണമെങ്കിൽ വെറുതെ വരത്തില്ലല്ലോ. സോ വാട്ട് ഐ ഹാവ് ടു ഡു, ഐ ഹാവ് ടു ഇൻക്രീസ് നമ്പർ ഓഫ് ബ്രാൻഡ്സ്. പ്രോഡക്ട്സ് ഇൻക്രീസ് ചെയ്യണം, വേറെ ബ്രാൻഡ്സ് എടുക്കണം, മാൻ പവർ അനുസരിച്ച് കൂട്ടണം. ഇപ്പോൾ ഒരു കീ സെയിൽസ് പേഴ്സൺ, ഇമാജിൻ ദാറ്റ് ഇഫ് ഐ ഹാവ് എ കീ സെയിൽസ് പേഴ്സൺ ആൻഡ് ഐ ഹാവ് അവരുടെ അസിസ്റ്റൻ്റ് ആയിട്ട് 5 പേരുണ്ടെന്ന് വിചാരിക്കും. ഈ ടീമാണ് 50 lakhs ചെയ്യുന്നത്. ടു മേക്ക് ഇറ്റ് ടു 1 crore, വാട്ട് ഐ ഹാവ് ടു ഡു, ഐ ഹാവ് ടു ബ്രിങ് അനദർ കീ സെയിൽസ് പേഴ്സൺ. ആൻഡ് എന്നാലേ ഗ്രോത്ത് വരത്തുള്ളൂ. അല്ലേ, തീർച്ചയായിട്ടും. എന്നാലേ ഗ്രോത്ത് ഉള്ളൂ. അപ്പം ഞാൻ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിനകത്ത് ഞാൻ പറഞ്ഞ പ്രോഡക്ട്സ് ആഡ് ചെയ്യണം, എക്സ്ട്രാ മാൻ പവർ ആഡ് ചെയ്യണം. ഇതിങ്ങനെ പോകുന്നു. നമ്മൾ 50 lakhs 1 crore നമ്മളിങ്ങനെ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത പ്രോബ്ലം തന്നെ പൊങ്ങി വരും. എന്താ, ഈ എക്സിസ്റ്റിംഗ് കീ സെയിൽസ് പേഴ്സൺ വിട്ടിട്ട് പോകുന്നു. നൗ വാട്ട്? ഓൾറെഡി നമ്മൾ എടുത്തു, നമ്മൾ ഗ്രോത്തിന് വേണ്ടി പ്ലാൻ ചെയ്തു, പ്രോബ്ലം ഉണ്ടാക്കി, ഒരാൾ എക്സ്ട്രാ എടുത്തു, ആൻഡ് വി ആർ ജസ്റ്റ് മൂവിങ് ഓൺ. ഔട്ട് ഓഫ് സിലബസ് എന്ന് വന്നിട്ട് ഇയാൾ ഇട്ടിട്ട് പോവാം. അപ്പോഴും നമുക്ക് 50 lakhs നമ്മൾ അഷ്വേർഡ് ആണ്. അല്ലേ, അതിനുവേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആളെ എടുക്കുന്നു, ട്രെയിൻ ചെയ്യുന്നു. ഇതിപ്പം നടന്നില്ല എന്ന് വിചാരിക്കും. ഇഫ് യു ഹാവ് നോട്ട് ഹാവ് ദറ്റ് ഏർജ് ടു ഗ്രോ, ഇങ്ങനെ തന്നെ പോകും. പെട്ടെന്ന് ഒരാൾ ഇട്ടിട്ട് പോയാൽ എന്ത് പറ്റും, ആ 50 lakhs വിൽ കം ഡൗൺ. 50 lakhs എക്സിസ്റ്റിംഗ് ബിസിനസ് വിൽ കം ഡൗൺ ഇഫ് യു ഡോണ്ട് തിങ്ക് ഓഫ് എക്സ്പാൻഡിങ്. എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ആൾക്കാരെ എടുക്കണം പ്ലാൻ ചെയ്യുന്നു, ബിസിനസ് പ്ലാൻ ചെയ്യുന്നു. നമ്മൾ ആ പ്രോബ്ലം നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോബ്ലം, നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രോബ്ലം വന്നിട്ട് നമ്മൾ ബിസിനസ് ഡൗൺ ആവും. ഇതെല്ലാം നമ്മൾ ഒന്നും ഈസി അല്ല. ഇതിനു വേണ്ടി ഇങ്ങനെ യുദ്ധം ചെയ്യണം. ആൻഡ് യു ആർ കോമ്പീറ്റിംഗ് വിത്ത് ഷോപ്സ് വിച്ച് ആർ അറൌണ്ട് 50 years old in the market. തീർച്ചയായിട്ടും. Sparklight came 6 years back. I have to compete with shops which are 50 years old. And they are having the shops because their father കൊണ്ടുവന്ന ബിസിനസ് ആണ് അവർ മുമ്പോട്ട് പോകുന്നത്. They have a brand image. They have a brand. The shop has a name. I'm from scratch zero, I am building it, competing with those big players in the market. And challenging myself. ഞാനതൊരു ഒന്നുകൂടി ഈസി ആയിട്ട് ചോദിക്കട്ടെ. ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു മേഖലയാണ്. ഒരു സ്ഥാപനം ബ്രാൻഡ് ആവുന്നത് അവരുടെ സർവീസ് കൊണ്ടാണ്. ഇപ്പം മാം ഒരു 6 വർഷമായി വരുന്നു. ഈ പറഞ്ഞ പോലെ 20 25 വർഷങ്ങളായിട്ട് വരുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ടും നമ്മുടെ സ്ഥാപനം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഇതെന്താണ്? അങ്ങനെ ചോദിച്ചാൽ എക്സ്ട്രാ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം ഒരു കസ്റ്റമർ വന്നിട്ട് അവരുടെ ഒരു ചിരി, ഓക്കെ, വെൻ ദേ ഗോയിങ്, ഐ ഫീൽ ദാറ്റ് ദേ ഗോയിങ് വെരി ഹൈലി സാറ്റിസ്ഫൈഡ് ആഫ്റ്റർ കമ്മിങ് ടു മൈ ഷോപ്പ്. ഈവൻ ഐ ഓപ്പൺ ദ ഡോർ ഫോർ ദം, ദേ സിറ്റ് ഇൻ ദ കാർ. അപ്പോൾ ആൾക്കാർ ഇതൊക്കെ ചെയ്താൽ ബിസിനസ് വരുന്നത്. ഐ ഡോണ്ട് നോ ഇറ്റ് ഹെൽപ്സ് മീ ഓർ നോട്ട്, ബട്ട് വാട്ട് എവർ ഐ ഡു വെരി ജെനുവൻലി. ആൻഡ് വെൻ ദേ ഗോ വിത്ത് എ സ്മൈൽ, ദേ വിൽ സെൻഡ് അനദർ 2 people ടു മീ. എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? കോട്ടയത്തു നിന്ന് വരും, പത്തനംതിട്ടയിൽ നിന്ന് വരും, ട്രിവാൻഡ്രത്തു നിന്ന് ആൾക്കാർ വരും. അതെനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഐ ഡോണ്ട് നോ റോക്കറ്റ് സയൻസ്, സീരിയസ്ലി. ഐ ആം എ വെരി ഹംബിൾ പേഴ്സൺ വിത്ത് മിനിമം നോളജ്, വെരി മിനിമം നോളജ്. അതിങ്ങനെ മുമ്പോട്ട് പോകുന്നു. നൈസ്, അടിപൊളി. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം, അതായത് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വില കുറച്ചെടുക്കാൻ വേണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്. ആ മാജിക് എന്താണെന്ന് പറഞ്ഞു തരൂ.
ആ മാജിക് എന്ന് വെച്ചാൽ കൂടുതലും ഒരു എന്താ പറയുക 17 വർഷം ഞാൻ പറഞ്ഞില്ല, ഐ വാസ് വർക്കിംഗ് വിത്ത് ഓൾറെഡി ആൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി വെർ ഐ നോ ദിസ് കൈൻഡ് ഓഫ് സ്പെസിഫയേഴ്സ് ഹു ആർ ദെയർ ഇൻ ദ മാർക്കറ്റ്, ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, മനസ്സിലായില്ലേ? അപ്പം ഇവരെ ഓൾറെഡി നമുക്കറിയാം. ഇവരാണ് ഒരു ഇത് നോക്കുവാണെങ്കിൽ ദേ ഹാവ് ആസ്ക്ഡ് മീ സെവറൽ ടൈംസ്, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് സംതിങ് ഓഫ് യുവർ ഓൺ, വിൽ ഓൾ സപ്പോർട്ട് യു. ആ ഒരു ധൈര്യം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രീവിയസ് ടെന്യൂറിൽ, ദാറ്റ് മീൻസ് വെൻ ഐ വാസ് വർക്കിംഗ് വിത്ത് എ കമ്പനി, I must have done something good, really good. I must have done my homeworks well. I must have maintained a good relation with these people, helped them. That is converting into business. Okay. And it's a publicity. ഇപ്പോൾ ആർക്കിടെക്ട്സ് ആണെങ്കിലും പലയിടത്തും they have friends and all, they recommend. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഞാൻ ഫോക്കസ് ചെയ്യാത്ത ബിസിനസ്സാണിത്. ഇനി ഞാൻ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഐ തിങ്ക് ഐ മേ ബി ഏബിൾ ടു ഡു മച്ച് ബെറ്റർ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാം പറഞ്ഞിരുന്നത് നല്ലൊരു സംരംഭകർ, നല്ലൊരു ബിസിനസ്സുകാരി ആവണമെങ്കിൽ ഏറ്റവും വേണ്ടത് കോണ്ടാക്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അത് എല്ലാ മേഖലയിലും അങ്ങനെയാണ്. നമുക്ക് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻ വിൽ ഹെൽപ്പ് യു ഇൻ ബിസിനസ്. റിലേഷൻ മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല, ദാറ്റ് ഈസ് ബേസിക്കലി അനദർ ഫാക്ടർ വിച്ച് ക്യാൻ ഹെൽപ്പ് യു ടു പുഷ് യുവർ ബിസിനസ്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. എന്താണ് ഇനി ഫ്യൂച്ചർ പരിപാടികൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഐ വിൽ നോട്ട് കീപ്പ് എനി ടൈം സ്ട്രെയിൻസ് ഫോർ യു. മേ ബി 3 years from now, 5 years from now, 10 years from now. I have not kept any time frame. My only wish is സ്പാർക്ക്ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം നാഷണൽ ലെവലിൽ അറിയപ്പെടണം. യെസ്, ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടട്ടെ. ഐ റിയലി ഫീൽ സോ. തീർച്ചയായിട്ടും. കാരണം ഇത്രയും നല്ല സർവീസും ആൾക്കാർക്ക് വേണ്ടത് സർവീസ് തന്നെയാണ്. ഇത്രയും നല്ല രീതിയിൽ സർവീസ് കൊടുക്കണമെങ്കിൽ ആൾക്കാർ എത്തിയിരിക്കും. അത് ഗോവയിൽ നിന്നല്ല, പുറത്തുനിന്നിറക്കം ആൾക്കാരോട് വരട്ടെ. എന്തായാലും പുതിയ പുതിയ ഐഡിയാസൊക്കെ നമുക്ക് വേണം. എന്താ പറയുക, ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് തൊട്ടിട്ട് നമുക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ വരുന്നത്, എല്ലാത്തിനും കുറേ ഐഡിയാസ് നമുക്കിങ്ങനെ ഡെയിലി വേണം. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരുന്നത് കുളിക്കുമ്പോഴാണ്. ഐഡിയ വരുന്നത്? ഏറ്റവും കൂടുതൽ ഐഡിയാസ് എനിക്ക് വരുന്നത് കുളിക്കുമ്പോഴാണ്. ദാറ്റ് ഇസ് എ ടൈം, ഐ ഡോണ്ട് നോ, എവറി ടൈം ഇറ്റ് ഹാപ്പൻസ് ലൈക്ക്. എൻ്റെ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വെൻ ഐ വാസ് പ്ലാനിങ്, അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടത്, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. സോ these things were actually, there are a lot of people saying you bring actors, you bring actresses, you bring some political leaders and all that. അപ്പോഴൊന്നും എന്നെ സ്ട്രൈക്ക് ചെയ്തില്ല കേട്ടോ, ബിക്കോസ് എക്സ്ക്ലൂസിവിറ്റി ഇല്ല. ഇപ്പോൾ ഒരു ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഷോപ്സ് ഇനോഗ്രേറ്റ് ചെയ്താണ്. സോ ഐ വാണ്ട് സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ഇത് ആലോചിച്ച് വന്നപ്പോൾ ഒരു ദിവസം കുളിച്ചപ്പോൾ ഒരു ഐഡിയ വന്നു, ലൈക്ക് ഇത് ഫീമെയിൽ ഡോമിനൻറ്റഡ് അല്ല മെയിൽ ഡോമിനറ്റ് ആയിട്ടൊരു ഇൻഡസ്ട്രിയാണ്. ഐ ആം എ ഫീമെയിൽ. അപ്പം വിമൻ എംപവർമെൻറ്റ്, ദിസ് വൺ വേർഡ് കെയിം ഇൻ മൈ മൈൻഡ്. ഓക്കെ, വിമൻ എംപവർമെൻറ്റ് വന്നപ്പോൾ എന്ത് പറ്റി, ഐ തോട്ട് ഓഫ് ബ്രിങ്ങിങ് ഫീമെയിൽസ് ടു ഇനോഗ്രേറ്റ് ദ സ്റ്റോർ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീഷ ഉണ്ട് മാർക്കറ്റിൽ, ഒരു ഫീമെയിൽ മറ്റേ ഫീമെയിലിനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരാൾ മറ്റാളെ, അതൊരു ക്ലീഷ ഉണ്ടല്ലോ, അത് മാറ്റിക്കൊടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 12 ആൾക്കാരെ ഫീമെയിൽസിനെ കൊണ്ടുവന്നു. അതിനകത്ത് ലീഡിങ് ആർക്കിടെക്ട്സ് ഉണ്ട്, ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ലേഡി SI Ani Shiva എന്ന് പറഞ്ഞിട്ട്, ഷീസ് എ പേഴ്സൺ ഹു ആക്ച്വലി ഐ യൂസ് ടു ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ഹർ സ്റ്റോറീസ്. ഓക്കെ, പിന്നെ ഓൺട്രപ്രനേഴ്സ് ഉണ്ട്, ദെൻ മില്ലൻ്റെ ഓണർ, ഷി വാസ് കൈൻഡ് ഇനഫ് ടു കം. ഓക്കെ, ഞാൻ പോയി പറഞ്ഞു, മാം ക്യാൻ യു കം, വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട്, യെസ് ഐ വിൽ കം, ഡെഫിനറ്റ്ലി കം. അപ്പോൾ 12 ഫീമെയിൽസ് നിന്നിട്ട് ഇന്നോഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോർ. ഐ ആം ബാക്ക് വിത്ത് 12 ഫീമെയിൽസ്, ഇമാജിൻ. സോ റിയലി ആക്ച്വലി ദാറ്റ്, ഞാൻ പറഞ്ഞില്ല, ഒരു ഐഡിയ വെൻ ഐ വാസ് ടേക്കിംഗ് ഷവർ കെയിം, ബട്ട് really it was very good. I really got impressed by my own ideas. ഓക്കെ, നൈസ്, അടിപൊളി കേട്ടോ. എന്തായാലും ഈ ഐഡിയ ഒക്കെ വന്നത് കുളിക്കുമ്പോഴാന്ന് പറഞ്ഞപ്പോഴാണ്. ഓക്കെ, എല്ലാവരും ഡെയിലി 3-4 പ്രാവശ്യം വെച്ച് കുളിക്കാം, ഐഡിയകൾ വരട്ടെ. അതുപോലെ തന്നെ ഇതിനൊരു ബാക്ക് ബോൺ ഉണ്ടാവും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആരാണ് ആ ബാക്ക് ബോൺ? ഇതിനകത്ത് 2-3 ആൾക്കാരുണ്ട് കേട്ടോ. അത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. എവിടെയെങ്കിലും ഞാനൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പം അവർ ഹോൾ ഹാർട്ടഡ്ലി താങ്ക് യു പറയണമെന്ന് ഇരിക്കുമായിരുന്നു. സോ when I started to understand that the time of mine in Havells is going to an end, നമുക്കൊരു തോന്നൽ വരും. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മതി, ഇവിടെ ഞാൻ എൻ്റെ ജേർണി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, ബിക്കോസ് സോ ഫാർ സോ ഗുഡ്. ഈ പറയത്തില്ലേ, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം. സോ സംവെയർ ദാറ്റ് പോയിന്റ് ഐ വാണ്ടഡ് ടു സ്വിച്ച് ഇൻ ടു ബിസിനസ്. എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, പാഷനുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം, എല്ലാം ഉണ്ട് കയ്യിൽ. പക്ഷെ എന്താ ഇല്ലാത്ത, ജോർജ് കുട്ടി, ഫണ്ടില്ല. അതാണല്ലോ വേണ്ടത്. അതും കൂടെ ഉണ്ടെങ്കിലല്ലേ ബിസിനസ് പോകത്തുള്ളൂ. സോ വെൻ വാട്ട് ഹാപ്പൻ, വൺ ഓഫ് മൈ അങ്കിൾസ്, ഓക്കെ, ഹിസ് നെയിം ഈസ് ഹരികുമാർ. ഹി ഈസ് എ വെരി ബിഗ് ബിസിനസ് പേഴ്സൺ ആൻഡ് എ വെരി ബിഗ് പെർഫോമർ ഇൻ ദുബായ്. പുള്ളിക്കാരൻ UAE തന്നെ ഒരു വലിയൊരു ബിസിനസ് പേഴ്സണാണ്. കോടിക്കണക്കിന് ടേൺ ഓവർ ഉള്ള ബിസിനസ്സാണ്. എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഹരികുമാർ. ഹീസ് മൈ അമ്മാവൻ.
വെരി പ്രൗഡ് ടു സേ ഹിസ് മൈ അങ്കിൾ. Okay. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവൻ്റെ അമ്പലപ്പുഴയാണ് ഞങ്ങളുടെ വീട്. വി ആർ ഫ്രം അമ്പലപ്പുഴ. അപ്പോൾ അമ്പലപ്പുഴയിൽ ഹരിമാവന് വലിയ വീട് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി, ഹി കെയിം ടു കൊച്ചിൻ ടു പർച്ചേസ് സർട്ടൻ പ്രോഡക്ട്സ്. ദാറ്റ് ടൈം ഐ വാസ് വർക്കിംഗ് വിത്ത് ഹാവൽസ്. അപ്പോൾ അമ്മാവനൊന്നും അറിയത്തില്ല, കടകൾ അറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല. സംഹൗ ഹി ഫെൽ ലൈക്ക് കോളിങ് മീ, എടാ നീ ഒന്ന് വന്നേ, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷോ എന്ന് പറഞ്ഞിട്ട് ഐ വെൻറ്റ് വിത്ത് ഹിം ആൻഡ് പർച്ചേസ് ലോട്ട് ഓഫ് തിങ്സ്. He was observing me actually. He was keeping on observing me. അപ്പോൾ അമ്മാവനോട് ഒരു ഇത്രയും ഇതാണ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാം. സർ നോ മാമ പ്ലീസ് ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് ഐ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദാറ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അനിതരവളും അമ്മാവൻ എന്ന് പറയുമ്പോൾ ആ റിലേഷനകത്ത് ഒരിക്കലും ബിസിനസ് വന്നിട്ടില്ല ഞങ്ങളുടെ ഇടയ്ക്ക്. Because for me he's a very big performer, he's a giant business person whom we all respect. ഞങ്ങളുടെ വീട്ടിൽ അമ്പലപ്പുഴ തറവാട്ടിൽ എല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എൻ്റെ അമ്മാവൻ. അപ്പം എനിക്ക് സംവേർ ഞാൻ പറഞ്ഞില്ല, ഒരു തോന്നൽ വന്നു ദാറ്റ് മൈ ജേർണി ഇൻ ഹാവൽസ് ഇസ് ഗോയിങ് ടു എൻ എൻഡ്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു എനി അതർ കമ്പനി ആൻഡ് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് സീറോ. അപ്പം ഞാൻ വിചാരിച്ചു ബിസിനസ്, നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ബിസിനസ്. അപ്പം അമ്മാവനോട് പറഞ്ഞു, മാമ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ബിസിനസ്. നീ ചെയ്യടാ എന്ന് പറഞ്ഞു. അപ്പം നീ എന്താ ചെയ്യാത്ത, നീ ചെയ്യ്, ബിസിനസ് ചെയ്യ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറയാൻ, ഫണ്ടാണ് ഇഷ്യൂ എന്ന് പറയാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ മാമനോട് പറഞ്ഞു, മാമ ഞാൻ ബിസിനസ് ചെയ്യാം, സക്സസ്ഫുൾ ആക്കാം, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നിനക്ക് എത്ര വേണം? നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഹൗ മച്ച് യു വാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മിനിമം ഒരു 40-50 lakhs വേണം. അത്രയല്ലേ ഉള്ളൂ, ഐ ഗിവ്, യു സ്റ്റാർട്ട്. ഒരു സാധനം തിരിച്ച് പ്രതീക്ഷിക്കാതെ എൻ്റെ അമ്മാവൻ എന്നെ സപ്പോർട്ട് ചെയ്തു. ഒന്നും പറയാനില്ല. അപ്പം പുള്ളിക്കാരനെ ഇതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് ജീവിക്കാനുള്ള വ്യക്തിയല്ല പുള്ളിക്കാരൻ. എനിക്ക് കാശൊന്നും, എൻ്റെ ഉള്ളിൽ ആ പാഷനെ മനസ്സിലാക്കി, എൻ്റെ കോമ്പിറ്റൻസിനെ പുള്ളിക്കാരൻ മനസ്സിലാക്കി, എന്നെ ട്രസ്റ്റ് ചെയ്തു, എൻ്റെ കേപ്പബിലിറ്റീസിനെ പുള്ളിക്കാരൻ വിചാരിച്ചു ഇവളെ കൊണ്ട് പറ്റും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരു പൈസ പോലും വെറുതെ കൊടുത്തോ അല്ലെങ്കിൽ സഹായിക്കുന്ന ഇതില്ല. എൻ്റെ അമ്മാവൻ അങ്ങനെയല്ല. ഹി ട്രസ്റ്റഡ് മീ. അതാണ് ഞാൻ പറയുന്നത്, വീണ്ടും വീണ്ടും പറയുന്ന വേർഡ്, ഹി ട്രസ്റ്റഡ് മീ ആൻഡ് ഹി ഇൻവെസ്റ്റഡ് ഇൻ മീ. അങ്ങനെയാണ് സ്പാർക്ക്ലൈറ്റ് ജനിച്ചത്. ഓക്കെ, ഇതിൻ്റെ പുറകിൽ വീണ്ടും ഒരു ആളിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻജസ്റ്റിസ് ടു ദ എൻറ്റയർ ഇൻ്റർവ്യൂ. വെൻ ഐ വാസ് ഇൻ ഹാവൽസ്, I worked under a very dynamic and charismatic leader, Mr. Jyotish Kumar. He was a vice president of Havells then. What happened was, during my tenure in Havells, he taught me what is marketing. I am a pure electrical engineer. Engineering കഴിഞ്ഞു നേരെ ഹാവൽസ് വന്നു. മാർക്കറ്റിങ്ങിൻ്റെ ABCD ഒന്നും അറിയത്തില്ല. അവിടെ നിന്ന് എന്നെ എൻ്റെ കേപ്പബിലിറ്റീസിനെ മനസ്സിലാക്കി he used to give me assignments and he used to guide me from that ഈ പറഞ്ഞ ആ point of joining till my tenure in Havells ended. I think we worked together for 15 years in the same company. So his leadership, I learned a lot from him. Manslaile. He also taught me what is being an entrepreneur. So these two people in my life really helped me to change my to take out the best out of me. I can say that. എൻ്റെ ഉള്ളിൽ കഴിവുണ്ടായിരുന്നായിരിക്കാം, ഞാനേ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലും, ഒരാൾ എന്നെ ഫണ്ട്സ് തന്ന് സഹായിച്ചു, ഒരാൾ എൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കി കോൺഫിഡൻസ് തന്ന് എന്നെ ഒരു ഗൈഡൻസ് തന്ന് ഡയറക്ഷൻ തന്നതും എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ഗോഡ് ഫാദേഴ്സ് എന്നൊക്കെ പറയുന്നത്. എനിക്ക് 2 ഗോഡ് ഫാദർ ഉണ്ട്. അപ്പോൾ അതാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആരാന്നറിയോ? മൈ മദർ ആൻഡ് മൈ ഹസ്ബൻഡ്. ഇവരെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. I lost my father when I was 5th standard. My mother struggled. She was a teacher. I saw my mother struggling in her life, never giving up attitude. 2 പെൺകുട്ടികളെ, we were out of Kerala, nobody to take care around. Suddenly my father died one day. നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഓരോരോ, there were days when we had no food at home. Yeah, we were that bad. പിന്നെ അതാ പറഞ്ഞത്, എനിക്ക് I wanted to become a doctor. So നോക്കുമ്പോൾ എനിക്ക് മെറിറ്റ് സീറ്റ് കിട്ടി. Ramaiah College, I got a seat in Bangalore. So my dream was to become a gynecologist. ഒന്നും പറ്റുന്നില്ല. But when I saw my mother struggling, I said no more. I compromise. അങ്ങനെ എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. എനിക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു 1.5 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. But I thought if I become a doctor, she invests everything on me. അവൾക്ക് പഠിക്കാനായിട്ട് വേറെ ഫണ്ടില്ല. അങ്ങനെയാണ് ഞാൻ മെറിറ്റിൽ എൻജിനീയറിംഗ് പഠിച്ച് പോയത്. എൻ്റെ അമ്മയുടെ സ്ട്രെങ്ത്ത്, എൻ്റെ അമ്മയുടെ കോൺഫിഡൻസ്, എൻ്റെ അമ്മയുടെ ഒരു വിൽ പവറാണ് എന്നെ സത്യം പറഞ്ഞാൽ നെവർ ടേൺ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ്. എൻ്റെ അമ്മയാണ് എൻ്റെ മോളെ നോക്കിയതൊക്കെ. എന്നോട് പറഞ്ഞു നീ വർക്ക് ചെയ്തോ, നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അമ്മ റിസൈൻ ചെയ്ത് വന്ന് എൻ്റെ കുഞ്ഞിനെ നോക്കി. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പുള്ളിക്കാരൻ്റെ ഡ്രീം എൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ജോലി വിടുമെന്ന് പറഞ്ഞപ്പോഴും ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിനക്ക് ഫെയിലിയറായി നീ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിനക്ക്
because he knows I can't stand failure, because ഞാൻ അതുവരെ ഞാൻ എന്നെ ടോർച്ചർ ചെയ്യും ടു സക്സസ്, ടു ആ സക്സസ് വരുന്നവരെ ഞാൻ ഐ ടോർച്ചർ മൈസെൽഫ്. ടോർച്ചർ എന്ന് വെച്ചാൽ ഐ വർക്ക് ഓൺ ദാറ്റ്. ഊണില്ല, ഉറക്കവും ഇല്ല, ഫുൾ ടൈം ഈ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു നിനക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നോ പ്രോബ്ലം, ഐ വിൽ ഡു ഇറ്റ്. എന്തായാലും അച്ഛൻ എവിടെയോ ഇരുന്ന് ഈ സക്സസ്സൊക്കെ കാണുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എപ്പോഴും. അതുപോലെ ഒരൊറ്റ കാര്യം കൂടി, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഞാൻ വിട്ടുപോയത് കുറച്ച് മുമ്പേ ചോദിക്കണ്ടായിരുന്നു, എന്നാലും ഒന്ന് ചോദിക്കുകയാണ്. ഫസ്റ്റ് കിട്ടുന്ന ഒരു ഓർഡറാണ് നമ്മുടെ ലൈഫിനെ ഒരു മാറ്റിമറിക്കുന്നത്. ഒരു വലിയൊരു ബൾക്ക് ഓർഡർ, അത് കൊടുക്കാനുള്ള ആ ഒരു സന്തോഷവും ടെൻഷനും എല്ലാം ഉണ്ടാവും. അതൊരു ഓർമ്മയുണ്ടോ ഫസ്റ്റ് കിട്ടിയൊരു ബൾക്ക് ഓർഡർ? അത് ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ആ ഓർഡർ ഫൈനലൈസ് ചെയ്തപ്പോൾ സ്റ്റോക്കില്ല, മനസ്സിലായോ? പക്ഷേ ദാറ്റ് പേഴ്സൺ വാസ് സോ കൈൻഡ് ഇനഫ് ദാറ്റ് ഹി ടോൾഡ് ഐ വിൽ വെയിറ്റ് ഫോർ 1 or 2 days. മനസ്സിലായി. ദെൻ വി ബ്രോക്ക് ദാറ്റ് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു അൺഫോർഗറ്റബിൾ മൂമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ലൂക്കറിൻ്റെ ഒരു ബ്രാൻഡ് വെൻ വി ടുക്ക് ദ ഡീലർഷിപ്പ്, അപ്പം MD ടോൾഡ് മീ ദാറ്റ് എനിക്ക് ലക്സെ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വേണമായിരുന്നു. ലക്സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഷോക്കേസിങ് ദ എൻറ്റയർ പ്രോഡക്ട്സ് ഓഫ് ലൂക്കർ ഇൻ എ particular area. The company provides you that, but only condition was you should minimum do 5 lakhs in a quarter to qualify for that. So I was telling, sir, you give me Lakse, I'll do that. I said, no, we cannot deviate the company policy because 5 ലക്ഷം ചെയ്ത ആൾക്കാർക്ക് Lakse ചെയ്യാൻ പറ്റത്തുള്ളൂ. Then he told me you start from 1 lakh, 75,000, 1 lakh. Then ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ ആലോചിച്ചു, 75 lakhs, 75,000, 1 lakh എന്നൊക്കെ പറയുമ്പം അത് തീരെ ചെറുതായി പോകും. അപ്പം February 19th ഞാൻ ബിസിനസ് തുടങ്ങിയത്. ഫെബ്രുവരി ഓൾറെഡി ഇസ് ഓൺലി 28 days, right? So I was thinking that if I start small, I will always remain small. Slowly growth ഉണ്ടാകത്തുള്ളൂ. That month I built 20 lakhs. First month 20 lakhs. Then അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പിന്നെ അവിടുന്ന് 20 lakhs ആവറേജ് വെച്ച് ലൈറ്റിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ. ഇനി ഒരൊറ്റ കാര്യം കൂടി, ഒരു ബിസിനസ്സിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ളൊരു സംഭവമാണ് ക്രെഡിറ്റ്. ഈ ക്രെഡിറ്റ് എപ്പോഴും ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ? ക്രെഡിറ്റ് പ്രശ്നമാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ക്രെഡിറ്റ് കൊടുത്താൽ എന്താ വെച്ചാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രേക്ക് ആവും. നമ്മളുടെ കടയിൽ ചിരിച്ച് കളിച്ച് വാങ്ങിച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന ആൾക്കാർ നല്ല റിലേഷൻ, അപ്പോൾ തന്നെ ക്യാഷ് കൊടുത്തു, നല്ല റിലേഷൻ. ദ മോമെൻറ്റ് വി സ്റ്റാർട്ട് ഗിവിങ് ദം ക്രെഡിറ്റ്, തിരിച്ച് കാശ് ചോദിക്കുമ്പം ഞങ്ങളുടെ റിലേഷൻ തന്നെ ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ യു ആസ്ക്. ക്രെഡിറ്റ് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ ഒരു പരിധി കഴിഞ്ഞിട്ട് വി കാൺ ഡു. വി ഹാവ് ടു കീപ് ക്രെഡിറ്റ്. ബട്ട് മൈ ലേണിംഗ് ഇൻ ദ 6 years is that avoid giving credit. Because it will not only affect your business, your personal relation also with the client. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ആ കാശ് ചോദിക്കുന്നത് ആരും മനസ്സിലാക്കത്തില്ല. നമ്മൾ ചോദിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ തരാറില്ലേ, ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നു, അവർ ആ രീതിയിലേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് കഴിവതും ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് ഒരു ക്ലീൻ ബിസിനസ്സിന് എപ്പോഴും നല്ലത്. നമ്മളുടെ ഈ ബിസിനസ്സേ പല രീതിയിൽ ഞാൻ ആൾക്കാർ ഫ്ലോപ്പ് ആണെന്ന് കണ്ടിട്ടുണ്ട്, പല കടകൾ പൂട്ടിപ്പോന്ന് കണ്ടിട്ടുണ്ട്. ഈ സംതിങ് ലൈക്ക് നമ്മളുടെ ഈ ബ്ലഡ് റിപ്പോർട്ട് എടുക്കുന്നത്, നമ്മുടെ ബോഡി നല്ലതാണോ ഏത് ബേസിസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? വി ഹാവ് എ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് അല്ലേ? ഹീമോഗ്ലോബിൻ നോക്കും, നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽസ് നോക്കും, ലിപ്പിഡ് പ്രൊഫൈൽ, വാട്ട് എവർ ഇറ്റ് ഇസ്. പിന്നെ നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ദാറ്റ് ഡിറ്റർമിൻസ് യുവർ ബോഡി ഈസ് ഫിറ്റ് ഓർ നോട്ട്. അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ്സ് നോക്കണം, നമ്മുടെ ഫണ്ട്സ് എങ്ങനെയുണ്ട്. ഓക്കെ, നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഫണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൽ കിടക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ്, നമ്മുടെ ഇൻവെൻട്രി, നമുക്ക് എത്ര മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട്, ഇതൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത് കാർഡ്. വി ഓൾസോ ഹാവ് ഹെൽത്ത് കാർഡ് ഫോർ ബിസിനസ്. ആൻഡ് ബിസിനസ് നെവർ സ്റ്റോപ്സ് ഇൻ എ ഡേ. നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല പൊട്ടിപ്പോകുന്നത്. ബിസിനസ് വിൽ ഗിവ് യു സിഗ്നൽസ് ദാറ്റ് ലുക്ക് you are going into a problem. അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് വിൽ ബി ടു ലേറ്റ് ഫോർ യു ടു കറക്റ്റ്. നമ്മുടെ ബോഡി ഇപ്പം എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ക്യാൻസർ 4th സ്റ്റേജ് പെട്ടെന്ന് വരില്ല. ബോഡി വിൽ ഗിവ് യു സിഗ്നൽസ്. ഇഫ് യു ഇഗ്നോർ ദാറ്റ് സിഗ്നൽസ് ആൻഡ് കീപ്പ് ഓൺ മൂവിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ബോഡി, then you will reach a stage where it is incurable. അതുപോലെ തന്നെയാണ് ബിസിനസ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും വർഷം കൊണ്ട് എല്ലാ പാഠങ്ങളും എന്താ പറയുക പയറ്റിയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്കൊരു മാതൃകയും കൂടിയാണ് ഇതൊരു ബിസിനസ് ഇൻ്റർവ്യൂ എന്നുള്ളതിൻ്റെ അപ്പുറം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ധൈര്യവും ഒരുപാട് ലെസണിങ് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം. ഇത്രയും നന്നായിട്ട് ഒരുപാട് അറിവുകൾ
ഒരു എന്താ പറയുക പയറ്റി ജയിച്ച ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഇതേപോലെ മുമ്പോട്ട് പോട്ടെ, ഇത് കണ്ട് ഒരുപാട് ആളുകൾ ഇതേപോലെ വിജയിക്കട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടട്ടെ. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, കഴിവുണ്ട്, അതിനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ എന്തായാലും എത്തുന്ന ഉറപ്പാണ്. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കാണും നമ്മൾ. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഇൻ്റർവ്യൂ കണ്ട് ആരെങ്കിലും ഇൻസ്പയർ ആവണമെങ്കിൽ ഐ റിക്വസ്റ്റ് ഫീമെയിൽസ് ടു പ്ലീസ് കം ഫോർവേഡ്. ഇറ്റ് ഈസ് നോട്ട് ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഇറ്റ് ഇസ് എ ബാൻഡ് ഇൻഡസ്ട്രി ഫോർ ഫീമെയിൽസ്. ഓക്കെ, അങ്ങനെയല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഡസ്ട്രി. ദർ ഇസ് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഇൻ ദിസ് ഇൻഡസ്ട്രി. പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി. യു പ്ലേ ലൈക്ക് ഗെയിം. ഈ പറഞ്ഞ പോലെ ഞാൻ ബിസിനസ് ഗെയിം പോലെ കളിക്കുന്നത്. ക്രിക്കറ്റ് കണ്ടിട്ടില്ലേ? ഫസ്റ്റ് 15 ഓവേഴ്സ് എങ്ങനെയാ? പവർ പ്ലേ ആണ് അല്ലേ? അതുപോലെയാണ് ഒരു മാസം എനിക്ക്. ആ ഒരു മാസത്തിൽ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അല്ലേ, ഫസ്റ്റ് ഒരു 10 days നല്ലപോലെ പെർഫോം ചെയ്ത് ദ മന്ത് വിൽ പെർഫോം സോ മച്ച്. അത് നമ്മൾ ലാഗായിട്ട് പോയി കഴിഞ്ഞാൽ എൻറ്റയർ മാസം ക്ലോസിംഗ് ആകുമ്പോഴത്തേക്കും ടെൻഷൻ ആവും. അതുപോലെ തന്നെയാണ് ബിസിനസ്. സോ പ്ലേ ലൈക്ക് ഗെയിംസ്, പ്ലേ ലൈക്ക് സ്പോർട്ട്. സോ പ്ലീസ് ഐ റിക്വസ്റ്റ് ഓൾ ദ ഫീമെയിൽസ് ഹു ആർ സീയിങ് ദിസ് ഇൻ്റർവ്യൂ, come into this industry and let's rock. തീർച്ചയായിട്ടും. ഓക്കെ മാം, താങ്ക് യു. Thank you so much, Srikanth.